ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് എൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ കാണിക്കുന്നത്. ഒരു ഫുൾ ഡേ അല്ല, ഒരു ചെറിയൊരു മോർണിംഗ് റൂട്ടീൻ പോലെ. ഇവിടെ ഇപ്പോൾ സമ്മറാട്ടോ, നല്ല ക്ലൈമറ്റാണ്. ഞാൻ പണ്ടൊന്നും ഇതേപോലെ ബെഡ്ഷീറ്റൊന്നും വിരിക്കില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോ യൂട്യൂബ് ചാനൽസിലൊക്കെ ചെയ്യുന്ന കണ്ട് ഇപ്പോൾ ഞാനും ആ ഒരു ശീലം അതങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് വീക്കിലി 3 ഡേയ്സ് ആട്ടോ ഓഫ്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഞാനിതേപോലെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരെയും പോലെ തന്നെ ഒരു സ്കിൻ കെയർ റുട്ടീൻ അതും ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാനങ്ങനെ കറക്റ്റായിട്ടൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്നും അല്ലായിരുന്നു കേട്ടോ സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ വീഡിയോസും ഒക്കെ കണ്ട് കുറേ ക്രീംസിനെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ എല്ലാവരും കൊറിയൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്യണ കണ്ടിട്ട് അങ്ങനെ ഞാൻ കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിയതാട്ടോ. അപ്പോൾ എല്ലാം കൊറിയൻ പ്രൊഡക്ട്സ് അല്ല, ചില ഐറ്റംസ് മാത്രം. അങ്ങനെ എനിക്കിതിനെപ്പറ്റി വലിയ നോളജൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോസും ഒക്കെ കണ്ട് അങ്ങനെ ഞാൻ കുറച്ച് പ്രോഡക്ട്സ് വാങ്ങി അത് യൂസ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 2 വീക്സായി ഞാൻ കറക്റ്റായിട്ട് സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ക്രീം എന്തെങ്കിലും തേക്കുന്നല്ലാതെ നമുക്ക് വേറൊന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഡേ ആൻഡ് നൈറ്റ് ഞാൻ പ്രോപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു ക്ലീനിങ്ങും കാര്യങ്ങളും, ഞാൻ യൂസ് ചെയ്ത പ്ലേസൊക്കെ ഞാൻ അപ്പം തന്നെ അങ്ങ് ക്ലീൻ ചെയ്യും. അല്ലാതെ ക്ലീൻ ചെയ്യാനുള്ളൊരു ടൈമൊന്നും അങ്ങനെ കിട്ടാറില്ല. പിന്നെ ഒരു കുറച്ച് നേരം, വളരെ കുറച്ച് നേരം ഞാൻ ബുക്സ് റീഡ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ റൂമൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.